പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും കർത്താവിൻ്റെ കൈകളിൽ നിന്ന് നമ്മൾ പുതിയ ദിവസം വാങ്ങിക്കുകയാണ്. ഇന്നൊക്കെ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം. എല്ലാവരും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. ഓരോ പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ആ ദിവസത്തിൻ്റെ വരദാനം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പിന്നെ എല്ലാ ദിവസവും ചിലപ്പോൾ ഒരേ നിയോഗം തന്നെ വെക്കേണ്ടി വരുമായിരിക്കും. കാര്യം ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും അടിയന്തരങ്ങൾ ചിലപ്പോൾ അടുത്ത മാസമൊക്കെ ഇരിക്കാം. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ടിത് ആ നിയോഗം തന്നെ വെക്കണം. അത് വേറെ നിയോഗം വെക്കാം, പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രയും സപ്പോർട്ട് കിട്ടും, പ്രയർ സപ്പോർട്ട് കിട്ടും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കൈകൾ കുപ്പി ശിരസമിച്ച് അനുഗ്രഹം സ്വീകരിക്കുക. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ. ഇന്ന് നവംബർ 28 വ്യാഴാഴ്ച അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. അങ്ങയുടെ മക്കൾ ഇന്ന് എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നിന്റെ സാന്നിധ്യം. Wherever you go, I will be there. I'll be with you എന്ന് പറഞ്ഞിട്ട് ഈശോയെ, നീ എവിടെ പോയാലും. ജോഷുവ 1:9 വചനം ഉടമ്പടി വചനമാണ്. ഉടമ്പടി വചനമാണ്, ഉടമ്പടി വാഗ്ദാനമാണ്. അത് ഉടമ്പടി എടുത്തിരിക്കുന്നവർക്ക്, അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം അത് നിരന്തരം നിന്ന് ഫലിക്കുന്ന വചനങ്ങളാണ്. അതാണ് wherever you go, I will be there. I will be with you. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ മക്കളെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യത്തിനെയും ഇന്ന് പോകുന്ന എല്ലാ ഇടങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും അവരുടെ ഞങ്ങളുടെ സംഭാഷണ മധ്യേ കർത്താവെ, നിന്റെ സാന്നിധ്യം പ്രകടമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്ത് നടക്കാത്ത കാര്യമായാലും, എന്ത് ചെയ്തു തരാൻ ബുദ്ധിമുട്ടുള്ള വിഷയമായാലും, കർത്താവെ, നീ പറഞ്ഞല്ലോ നിന്റെ ഭാരം ലഘുവാണെന്ന്. അതുപോലെ കർത്താവ്, നിന്റെ ഭാരമാക്കി ഞങ്ങളുടെ ഭാരത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴത് ഓട്ടോമാറ്റിക്കായിട്ട് ലഘുവായി മാറും. കർത്താവെ, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഇന്നത്തെ ഭാരങ്ങൾ നീ ലഘുവാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം കൊണ്ട്, നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം കൊണ്ട്, നിന്നിലുള്ള ഞങ്ങളുടെ ആശ്രയങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിത ഭാരം നിന്റെ നാമത്തിലെ ലഘുവാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു, ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നിന്റെ തീരുമാനങ്ങൾ, ഇന്നത്തെ ദിവസത്തെ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ കർത്താവ് ഇരുണ്ടുപോയ മനസ്സുകളെ കർത്താവ് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുള്ളവരെ, ജീവിതത്തെ ഹൃദയത്തിന് ഭാരമുള്ളവരെ, കർത്താവ് ആരും സഹായിക്കാൻ ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവർ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തണം. അമ്മേ, പരിശുദ്ധമ്മേ, കുരിശിന് ചുവട്ട് നിന്നത് ശക്തിയാലാണ് നിന്നത്, നീ ധൈര്യത്താലാണ് നിന്നത്. നിന്നെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തിയ അതേ ആത്മാവിൻ്റെ ശക്തിയാൽ ഏത് കുരിശിന് ചുവട്ട് നിൽക്കുന്നവരെ ഇപ്പോൾ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളം ദൈവശക്തിയാൽ നീ ബലപ്പെടട്ടെ, നീ ശക്തി പ്രാപിക്കട്ടെ, നീ സൗഖ്യം പ്രാപിക്കട്ടെ, നിനക്ക് സമാധാനം കൈവരട്ടെ. ലോർഡ് ഇൻഫ്യൂസ് ദി സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അവർ ഡെയിലി ബ്രെഡിലെ അന്ന് വേണ്ട ആഹാരത്തിൽ അനുദിന പ്രാർത്ഥനയിൽ ഇപ്പം അനുദിന പ്രാർത്ഥന ഇപ്പം കഴിഞ്ഞത്. ഇനി ഇതിനകത്തുള്ള വചനമാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. അവർ ഡെയിലി ബ്രെഡിൽ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 8:16. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. ലൂക്കാ സുവിശേഷം 8:16. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. സാധനം നമുക്കറിയാമല്ലോ, വിളക്ക് കെടുത്തുമ്പോഴാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരുതരം ഗ്ലാസ് പോലെ പാത്രം കൊണ്ട് മൂടുക. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പണ്ടൊക്കെ നമ്മുടെ പല പള്ളികളിലൊക്കെ അൾത്താരയിൽ തിരി കത്തിക്കുമ്പോൾ ഒരു കപ്പേര് ഒരു കമ്പിലെ ഒരു പാത്രം ഘടിപ്പിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ കെടുത്തി വെക്കും. വിളക്ക് കെടുത്തുന്നതിനാണ് ആൾക്കാർ കെട്ട വിളക്കാണ് കട്ടിലടി വെക്കണത്, പാത്രം കൊണ്ട് മൂടുന്നത്. പക്ഷെ കത്തിച്ച വിളക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് നമുക്കിത് പ്രാധാന്യമായിരിക്കണം. എന്താണെന്നറിയാവോ? അതായത് 2014 എനിക്ക് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ട് ഞാൻ മധുരയിൽ നിന്ന് നേരെ പോകുന്നത് വാടിപ്പെട്ടിയിലോട്ടാണ്. വാടിപ്പെട്ടി ചെല്ലുമ്പോൾ അവിടെ അമ്മ സന്നിധാനത്തിലേക്ക് പലയിടത്ത് കയറാൻ എനിക്ക് ഒത്തിരി കൊതിച്ചാണ് അവിടെ ചെന്നത്. എത്രയോ ജവമാല ചൊല്ലി മധുരയിൽ നിന്ന് വാടിപ്പെട്ടി വരെ ജവമാല ചെല്ലിയിട്ടും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സർവാംഗം തളർന്ന് ഞാൻ നിന്ന് പോയി. അകത്ത് കയറാൻ ഒത്തില്ല. ഞാൻ പുറത്ത് നിന്നു. എൻ്റെ ജീവിതത്തിലൊരു ഇതുണ്ട്, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. നിന്നതിന് ശേഷം ഞാൻ ഉടനെ വിജയകുമാറും തങ്കച്ചാനും ഒക്കെ അകത്ത് കയറി, സണ്ണിയൊക്കെ അകത്ത് കയറി നേർച്ച കിട്ടിയിട്ട് തിരിച്ചു വന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു നേർച്ച ഇടുന്നില്ല ചോദിച്ചപ്പോൾ എനിക്ക് അകത്ത് കയറാൻ അനുവാദമില്ല എന്ന് പറഞ്ഞു. കാര്യം അമ്മ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇതിനേക്കാൾ വ്യക്തമായിട്ടും പുഷ്പം പോലെ പൂ പോലെ വെളിച്ചത്തിലാണ് നിൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ട സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദൈവിക ദൗത്യം കാണിച്ചു തന്നത്, ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നീ 10 കൊല്ലമായിട്ട് അമ്മ അനങ്ങിയിട്ടില്ല. അപ്പോൾ 2004 സംഭവിച്ചതല്ലേ. സഭയെ പേടിച്ചും പൊതുജനങ്ങളെ പേടിച്ചും ഞാൻ മിണ്ടാകണ്ടിരുന്നു. എൻ്റെ പ്രൈവറ്റായിട്ടുള്ള കോൺഫറൻസൊക്കെ പറയണമെന്നല്ലാതെ ഇന്ന് കാണുന്ന പോലെ വ്യാപകമായ ഒരു രീതി പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ് എനിക്ക് അകത്ത് കയറാൻ കഴിയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാറിലിരുന്ന് വചനം എടുത്ത് അന്ന് കിട്ടിയ വചനമാണിത്, ലൂക്കാ 8:16. ഞാൻ അപ്പം തന്നെ ജോമോണിലെ നമ്മുടെ മീഡിയയിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവം നടന്നു. എന്താണ് വിളിച്ച് പറഞ്ഞത്? അതായത് വിളക്ക് കൊളുത്തി ആരും പാത്രം കൊണ്ട് മൂടാറില്ല. അപ്പം ഞാൻ 10 കൊല്ലം പാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെന്താ പറഞ്ഞത്? കട്ടിൻ്റെ അടി വെക്കാറുമില്ല, കെടുത്ത്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കെട്ട വിളക്ക് പോലെയാണ് ഞാൻ സൂക്ഷിച്ചത്. കർത്താവ് പറഞ്ഞു അത് എല്ലാവർക്കും പ്രകാശം കാണാൻ വേണ്ടി ദീപപീഠത്തുമേ വെക്കണമെന്ന്. അപ്പം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണെന്ന് എൻ്റെ സൂചന. അതുകൊണ്ടാണ് നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെന്ന് കർത്താവ് പറയത്തില്ലേ. നിങ്ങളുടെ വെളിച്ചം, നിങ്ങളുടെ നന്മകളെല്ലാം അത് മറ്റുള്ളവർക്ക് നന്മയായിട്ട് വരണം. ചില ആൾക്കാർ മറ്റുള്ളവരുടെ മേക്കട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ കിട്ടിക്കഴിഞ്ഞാൽ 5 മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു നടക്കും. എന്തിനാ കാര്യം? മറ്റുള്ളവർക്ക് അത് പാരയായിട്ട് വരിക. എന്താ കാര്യം? നിങ്ങൾ മറ്റുള്ളവരുടെ കേമന്മാരാണെന്നാണ്. ക്രിസ്ത്യാനിറ്റിയിൽ അത് നടക്കത്ത് വില പോകുന്നില്ല. അങ്ങനെ ആൾ കളിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ നന്മ വിളക്കുകൾ മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നും ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് എന്ത് നന്മ വന്നാലും അത് 10 മനുഷ്യർക്ക് നന്മ ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ കർത്താവിൻ്റെ വെളിച്ചം എന്നൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം അമ്മ പെട്ടെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാതാവിൻ്റെ രൂപമെടുത്ത് പീഠത്തിൽ വെച്ചിട്ട് അൾത്താരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങി. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത്. ആ ഉടമ്പടിയാണ് ഇന്ന് ലോകം മുഴുവനും
ഉള്ള ആൾക്കാർ ഒന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി ആശിക്കുന്നവരിലേക്ക് എത്രയോ ലക്ഷങ്ങളെ ദൈവം വചനത്തെ വളർത്തി വിശുദ്ധി നിലനിർത്തി സുവിശേഷ സാക്ഷികളാക്കി. അത് സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം. അതാണ് എൻ്റെ മെയിൻ സംഭവം. നമ്മൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ട, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങളുടെ നന്മകൾ മറ്റുള്ളവർക്ക് നന്മയാകാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി ബോധപൂർവ്വം പരിശ്രമിക്കണം. അപ്പോഴേ കർത്താവിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾ ഉടമ്പടി കാലത്ത് ഒരു ഉടമ്പടി ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കണം. ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയണത്, ഇവിടുന്ന് ഉടമ്പടി ചെയ്തു പോകുമ്പോൾ പിന്നീട് നിങ്ങൾ വേവലാതി കൊള്ളുന്നതും നിങ്ങൾ ഇമേഴ്സ്ഡ് ആകുന്നതും എത്ര ശതമാനം നിങ്ങൾക്ക് ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവും ബോധവുമുണ്ട്. അതാണ് എൻ്റെ വിഷയം. അത് ശരിക്കും കാര്യം ഉടമ്പടിയെ ചിലപ്പോൾ മറ്റ് ജീവിത സാഹചര്യങ്ങളും സന്തോഷമായാലും സങ്കടമായാലും ഉത്കണ്ഠയായാലും മറ്റ് വൈകാരിക സാഹചര്യങ്ങൾ ഉടമ്പടിയെ വിഴുങ്ങുന്നൊരവസ്ഥ വന്നു വരികയും ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്, ഞാൻ ദൈവവുമായിട്ട് ഉടമ്പടി ജീവിക്കുകയാണ് എന്നുള്ളൊരു ബോധമാണത്. ആ ബോധം ശരിക്കും ആദ്യ 90 ദിവസം മുഴുവനും ആ ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ബോധം ഉണ്ടാകണമെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ്, ഞാനും ഉടമ്പടി. നമുക്കറിയാം മറ്റ് പ്രെയർ ചെയ്യുന്ന പോലെ ഡംപ് ആൻഡ് ഗോ അല്ല ഇവിടെ. ഡംപ് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോയി തിരികെത്തിക്കുന്നു, ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നു, പിന്നെ അത് നമ്മൾ മറന്നു കളയുന്നു അല്ലേ. നമ്മളൊരു സ്ഥലത്ത് പോയി നൊവേന കൂടുന്നു, ആ സമയത്ത് കുറേ പാട്ടൊക്കെ പാടുന്നു, നമ്മൾ അടുത്ത വണ്ടി കയറി പോകുന്നു. പിന്നെ നമ്മൾ ഓർക്കണത് അടുത്ത ചൊവ്വാഴ്ച വ്യാഴാഴ്ച ആകുമ്പോഴാണ്, അയ്യോ ഇന്ന് നൊവേന ദിവസമാണല്ലോ എന്ന് ഓർക്കണത്. ഇത് ഒരവസ്ഥയാണ് ഉടമ്പടിക്കുള്ളതെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. കാര്യം എന്താ, ഉടമ്പടി എപ്പോഴും അറിയാം, ഇറ്റ് ഈസ് ബൈലാറ്ററൽ റിലേഷൻ. ദൈവമായിട്ട് ഒരു ഉഭയകക്ഷി ജീവിത അവസ്ഥയിലാണ് നമ്മൾ. അപ്പോഴും അതിനൊരു ലീവോ ഒന്നുമില്ല, അതിനൊരു ഫ്രീ ടൈം പോലുമില്ല. ഉടമ്പടിക്കൊരു ഫ്രീ ടൈം, ഇപ്പോൾ ക്ലാസ്സാണ്, ക്ലാസ്സിന് സ്വാഭാവികമായിട്ടൊരു ഫ്രീ ടൈം ഉണ്ടാകത്തില്ല, ഇൻ്റർവെൽ എന്ന് പറയത്തില്ലേ. പക്ഷേ ഉടമ്പടിക്ക് ഇൻ്റർവെല്ലില്ല. കാര്യം ഉടമ്പടിയിൽ എങ്ങനെ ഇൻ്റർവെൽ വെക്കാൻ പറ്റും? നിങ്ങൾ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ നിമിഷങ്ങളും തന്നെ നിങ്ങളെ വാക്ക്, പ്രവൃത്തി, വിചാരം, സാക്ഷ്യം അതെല്ലാം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ്. ഒരുപക്ഷെ സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നെ കരുത്താണെന്നറിയാവോ? സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നെ കരുത്ത. ആ കരുത്ത് കാണണമെങ്കിൽ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത്, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം. റോഷൻ എന്നും പറഞ്ഞൊരാണ്, യാക്കോബ സഹോദരനാണ്, കോട്ടയത്തു നിന്ന്. അതായത് റോഷൻ്റെ സാക്ഷ്യം. റോഷനും ഉണ്ടായ ഒരു കുഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ റോഷൻ ഒരു ഫീല് ചെയ്തില്ല. എന്താ അദ്ദേഹം സാക്ഷ്യത്തിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അത് മാതാവ് തന്ന കുഞ്ഞല്ലേ എന്നാണ് പറയണത്. അപ്പം ഹീസ് കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. അതായത് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. ഇതുപോലെ ഓരോ സമയത്തും ഉടമ്പടി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ദൈവത്തിൻ്റെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മ വന്നാൽ പോരാ. ഓർമ്മയെ പോസിറ്റീവായിട്ട് വരണം. ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് വരേണ്ടത്. അങ്ങനെ ഒരു കാര്യം എനിക്ക് പലപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്, ഉടമ്പടി ഒരു ഫങ്ഷൻ അല്ല, ഉടമ്പടി ഒരു ഫീലിംഗ് ആണ് ശരിക്കും. ഇതാണ് വ്യത്യാസം. എപ്പോഴും ആ ഫീലിംഗ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉടമ്പടി ഒരു ഫങ്ഷൻ ആണെങ്കിൽ ആ ഫങ്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആണ്. ഫീലിംഗ് ആണെങ്കിൽ ഫീലിങ്ങിൽ നമ്മൾ ഫ്രീ അല്ല. ആ വ്യത്യാസം അതാണ്. ഇപ്പം നമ്മുടെ അപ്പൻ മരിച്ചു, അതൊരു ഫീലിംഗ് ആണ്, നമ്മൾ ഫ്രീ അല്ല. ആ ദുഃഖം നമുക്കങ്ങ് നിൽക്കുന്നു. അതിനേക്കാൾ തീവ്രമായ എന്തെങ്കിലും ബന്ധങ്ങളുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് നമുക്ക് മിസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ഫീലിംഗ്, ഇറ്റ്സ് നോട്ട് എ ഫങ്ഷൻ. അപ്പൻ്റെ മരണമോ ഒരു ഫങ്ഷനാണോ? അല്ല, അതൊരു ഫീലിംഗ്. ഉടമ്പടി ഒരു ഫങ്ഷനാണോ? അല്ല, ഇറ്റ്സ് എ ഫീലിംഗ്. അതുകൊണ്ട് ആ ഫീലിംഗിന് ഇൻ്റർവെല്ലില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ഒരു ബോധമാണെന്ന്, ആ ബോധം ഒരു നിലനിൽപ്പിന്റെ വികാരമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപയാൽ എന്നെ നിറക്കണമേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ദൈവസ്നേഹം വർദ്ധിപ്പിച്ച് നിങ്ങളെ സാക്ഷികളായി നമ്മുടെ ധ്യാനത്തിലൂടെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് ഈ ഉടമ്പടിയുടെ ബോധവും വിവേചനവും ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ട് വരണത്.
ഇതിന് ഈ റോൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഉടമ്പടിയുടെ മെക്കാനിസത്തിൽ ഭയങ്കര പ്രിൻസിപ്പൽ പാർട്ടാണ് വരുന്നത്. ഇതൊരു പരിശുദ്ധാത്മാവ് ഇതര പ്രാർത്ഥനാ രൂപമല്ലത്. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളുടെയും മൊബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡൈനാമിസം വർക്ക് ചെയ്യണത് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാണ് എല്ലാ പ്രയർ രൂപങ്ങളും. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞതൊരു മരിയൻ പ്രയറാണെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് അവിടെ ഒന്നും ചെയ്യാനില്ലെന്നല്ല. മരിയൻ പ്രയറായത് കൊണ്ട് തന്നെ അത് ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റിൽ വർക്ക് ചെയ്യത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത് എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് ഫലദായകമായി വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ബേസിക് പ്രെയർ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കല്ല, ദാനങ്ങൾക്കാണ്. ദാനങ്ങളാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ദാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്കറിയാമല്ല, ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നതാണ് ദാനം. വെള്ളത്തിൻ്റെ ഫലങ്ങളാണ് മീൻ, മറ്റുള്ള തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് 2 വിഷയങ്ങളാണ് നമ്മൾ എപ്പോഴും. ദാനങ്ങൾ എപ്പോഴും നമുക്ക് എപ്പോഴും ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും ഐസയ 11:2 കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. എന്തെല്ലാം ആത്മാവാണ്? എന്തിൻ്റെ ആത്മാവാണ്? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. അപ്പം ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരു അനുഭവജ്ഞാനമാണ്, തിയറി മാത്രമല്ല പ്രയോഗം കൂടിയുണ്ട്. തിയറി ആണെങ്കിൽ സൈദ്ധാന്തിക ജ്ഞാനമാണ്, അറിവാണ്. അതിൻ്റെ പേര് അറിവെന്നാണ്, ജ്ഞാനമല്ല. ജ്ഞാനം മീൻസ് അത് നോളജ് അല്ല, വിസ്ഡമാണ്. വിസ്ഡം എന്ന് പറയുമ്പോൾ പ്രായോഗികമായ ജ്ഞാനമാണ്, അനുഭവജ്ഞാനമാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിൽ വിസ്ഡമാണ് വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനെക്കുറിച്ചുള്ള ഇപ്പം ഞങ്ങൾ സൈദ്ധാന്തിക ജ്ഞാനമല്ല ഇവിടുന്ന് തരണത്. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സാക്ഷ്യം. ഞങ്ങൾ സിദ്ധാന്തം തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സാക്ഷ്യം. സാക്ഷ്യം അനുഭവിച്ച വ്യക്തികൾ സ്വാഭാവികമായിട്ട് നൽകേണ്ടത് എന്താണ്? വിസ്ഡമാണ് നൽകേണ്ടത്, അനുഭവജ്ഞാനമാണ് നൽകേണ്ടത്. ഞങ്ങൾ നൽകിയിട്ടുള്ള സിദ്ധാന്തം, തിയറി നിങ്ങൾ കൊണ്ടുപോയി ഫീൽഡിൽ പ്രാക്ടിക്കലായിട്ട് അത് പ്രയോഗിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് റൈറ്റായിട്ട് വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലേശമോ രോഗമോ ഒക്കെ മാറുകയും ചെയ്യുമ്പോൾ വെൻ വി പ്രസൻറ്റ് ഇൻ ദ പ്ലാറ്റ്ഫോം അത് വിസ്ഡത്തിൽ നിന്നാണ് വരേണ്ടത്. അല്ലാതെ ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പട്ടിക അവതരിപ്പിക്കുകയല്ല. അതൊരു വിസ്ഡം വേണം അവിടുന്ന്. നിങ്ങളത് എങ്ങനെയാണ് ആ ഉടമ്പടി പ്രയോഗിച്ചത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, അതായത് ആ കുഞ്ഞിൻ്റെ ഒരു തകർച്ച വന്നപ്പോൾ ഡോക്ടർ എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. ഡോക്ടർ എടുത്ത് കളയണമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ് അങ്ങനെ സംഭവിക്കത്തില്ല. എന്താ കാരണം? ഞങ്ങളത് ഉടമ്പടി ചെയ്തതാണ്, മാതാവ് തന്ന കുഞ്ഞാണ്. അതാണ് ബോധമെന്ന് പറയണത്. ആ ഒരൊറ്റ വിഷയത്തിൽ തന്നെയാണ് ആ കുഞ്ഞ് സർവൈവ് ചെയ്യണത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉടമ്പടി ബോധമുണ്ടത്. ഞാനത് പറഞ്ഞു പറഞ്ഞില്ല, ഇറ്റ്സ് എ ഫീലിംഗ്. ഉടമ്പടി മീൻസ് എൻ അവെയർനെസ്. ഉടമ്പടി ബോധമാണ്. ഞാൻ ഉടമ്പടി ചെയ്താണ് അമ്മയുമായിട്ട് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു 2 കൊല്ലം മുമ്പ് ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യത്തിൻ്റെ ഒരു പയ്യൻസ് ഭയങ്കര വെള്ളവടിയായിരുന്നു. അപ്പോൾ അവൻ്റെ പെങ്ങളെ കെട്ടിച്ച് വിട്ട വീട്ടിൽ നിന്ന് ആ പെങ്ങളുടെ വീട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ അവൾ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്തപ്പോൾ അവൾ ഉടമ്പടി ചെയ്ത് അവളുടെ വീട്ടിലെ പ്രശ്നത്തിനാണ്, അതായത് പെങ്ങളെ കെട്ടിച്ച് വിട്ട വീട്ടിലെ പ്രശ്നത്തിനാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പക്ഷേ ആങ്ങളെ ഇങ്ങനെ വെള്ളം അടിച്ച് വീട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം അവൾ ആങ്ങളുടെ കാര്യവും ഉടമ്പടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി വെച്ചതല്ല. അങ്ങനെ നിങ്ങൾക്കങ്ങനെ ഒത്തിരി പേര് നിങ്ങളങ്ങനെ വെക്കും. അത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരത്തി ഇവിടെ വിളിച്ചു. പറഞ്ഞു, നീ അറിഞ്ഞില്ലേ? എന്താണെന്ന് ചോദിച്ചത്. അപ്പോഴിവളൊരു പമ്മി. അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേൾക്കാൻ പോണത്. അപ്പോൾ കേൾക്കാൻ പറ്റുന്ന കാര്യമല്ല പറയാൻ പോണത്. കാര്യം ഇവളുടെ ആങ്ങളെ ബൈക്കിൽ പോയപ്പോൾ കാറിടിച്ചു. അപ്പോൾ അത് വളരെ സീരിയസ് ആയിപ്പോയി. അതാണുള്ള ICUവിലാണ്, വെന്റിലേറ്ററിലാണ്. പക്ഷേ നീ കാര്യം പറയാൻ പറഞ്ഞ് ആങ്ങളെ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞു. വണ്ടി കണ്ടിട്ട് ആൾക്കാർ പറയണത് അത് വളരെ മോശമായ രീതിയാണ് പറയണത്. കണ്ടവരാണ് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ആങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഫസ്റ്റായിട്ട് ബ്രീതിൽ ഇവളെന്നാ പറയുന്നത് അറിയാമോ? അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്നാണ് പറയണത്. അവനൊന്നും സംഭവിക്കത്തില്ല. എന്താ കാര്യം? അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഉടമ്പടി അവയർനെസ് എന്ന് പറയുന്നത്.
അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, അവനൊന്നും സംഭവിക്കത്തില്ല. കാര്യം എന്താണ്? അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. കാര്യം അവൻ്റെ കാര്യം, അവൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി അമ്മയോട് അവൾ ഉടമ്പടി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പല കാര്യവും പട്ടികയിൽ പല കാര്യം വെച്ച പോലെ കാഷ്വലായിട്ടൊരു സാധനം കുത്തിക്കയറ്റിയതല്ല ഈ സംഭവം. അതാണ് ഈ ഉടമ്പടി എടുക്കണമല്ല പ്രശ്നം. നിങ്ങൾ എടുക്കുമ്പോഴും വാട്ട് ഫീലിംഗ് യു ഹാവ്, നിങ്ങൾ എന്ത് ബോധമാണ് നിങ്ങൾക്കുള്ളത്, അതാണ് ഞാൻ പറയുന്നത്. ഒക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ 5 കാര്യം 6 കാര്യം വെക്കാമല്ലോ, അതിലൊരു കാര്യം ഇതും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം, നിങ്ങൾക്ക് ഒരു മുടന്തം വിശ്വാസത്തിലാണല്ലോ അത് ചെയ്യണത്. അങ്ങനെ ഒരെണ്ണമെങ്കിലും അങ്ങനെ ഒരു ചത്ത ഉടമ്പടി വെച്ചാൽ ആ ഉടമ്പടി ഒരു വിഷയമെങ്കിലും ചത്ത ഉടമ്പടി വെച്ച് കഴിഞ്ഞു. ചത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണ്ട് യു ആർ നോട്ട് സീരിയസ് അബൌട്ട് ദാറ്റ്. ആ വിഷയം നടന്നാൽ കൊള്ളാം, നടന്നില്ലെങ്കിൽ കൊള്ളാം എന്ന് നിങ്ങൾ വെച്ചിരിക്കുകയാണ്. നടന്നേ മതിയാവുക എന്നൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചത്ത ഉടമ്പടി എന്ന് പറയുന്നത്. ചത്ത ഉടമ്പടിയുടെ 6 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഇങ്ങനെ കാഷ്വലായിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ചത്തുപോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് മറ്റേ നിങ്ങളുടെ എല്ലാ ഇൻറ്റൻഷനും അത് ബാധിക്കും. കാര്യം എന്താണ്? നിങ്ങളല്ലേ വെക്കണത്. അതായത് അത്ര കണ്ട് ദൈവത്തിൽ ഒക്കട്ടെ എന്നുള്ള മുടന്തം വിശ്വാസമുള്ള നിങ്ങളാണ് ആ ഒരു സാധനം വെച്ചിരിക്കുന്നത്. ആ ആൾ തന്നെയല്ല മറ്റഞ്ചെണ്ണം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അടിസ്ഥാനപരമായ ഉടമ്പടി, അടിയന്തരമായ ഉടമ്പടിയാണെങ്കിലും ഇതുപോലെയുള്ള അലവലാതി കാര്യങ്ങൾ ഒത്താൽ കിട്ടിയാൽ കുട്ടിയെന്നൊക്കെ ഞാൻ പറയുന്നത് ഇടയ്ക്ക്. അതുപോലെ ഒരു ഗാംബ്ലിംഗ് ആയിട്ട് ഒക്കട്ടെന്നും പറഞ്ഞ് ഒരു സാധനം ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒക്കട്ടെ സാധനം തന്നെയായിരിക്കും എല്ലാത്തിനെയും ബാധിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഉടമ്പടി ചെയ്യരുത്. നിങ്ങൾക്ക് വെച്ചില്ലേ കുഴപ്പമില്ല, 0 പോയിൻ്റ് ഇട്ട് വെച്ചാൽ മതി. വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയായിരിക്കണം. അതിനെക്കുറിച്ച് ഭയങ്കര അത് ഇല്ലാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഗങ്ങൾ എഴുതുമ്പോൾ ആത്മാവിന്റെ വലിയ വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, സഹോദര സ്നേഹത്താൽ നിറഞ്ഞ് ഉടമ്പടിയിൽ പ്രവേശിക്കുവാൻ ഈശോയെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എനിക്കൊരു പ്രിപ്പറേറ്ററി പ്രെയർ നല്ലതാണെന്ന് തോന്നണം. ഉടമ്പടി കാര്യം, ഉടമ്പടി പരിശുദ്ധാത്മ ദാനങ്ങളിലാണ് ഇതിങ്ങനെ വർക്ക് ചെയ്ത് പോണത്. ദാനങ്ങൾ അതിപ്പോൾ 1 കൊരിന്ത്യർ 12:8 കൂടുതൽ ദാനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ ദാനങ്ങൾ സ്വീകരിക്കുന്ന ഒരു സമയമാണ്. 1 കൊരിന്ത്യർ 11:8 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കൊരിന്തോസ് 12:8 ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും എന്ന് പറഞ്ഞ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേചനത്തിന്റെ വചനവും. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ അതിൽ പരിശുദ്ധാത്മാവോ ദുഷ്ടാത്മാവോ ലോകാത്മാവോ ഉണ്ടാകാം. ഒരു ഉടമ്പടി ഇരിക്കുന്ന വ്യക്തിക്ക് ലോകാത്മാവ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ തന്നെ അത് വിവേചിക്കണം. ഉടനെ ഓട്ടോമാറ്റിക് വിവേചനം വരേണ്ടതാണ്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും ലോകാത്മാവ് ഉണ്ടാവും, ദുഷ്ടാത്മാവ് ഉണ്ടാവും. ലോകാത്മാവ് എന്ന് വെച്ചാൽ വ്യക്തികൾക്ക് അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം മൂത്ത വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ നിഷേധിച്ചുകൊണ്ട് വേറൊരു സംഭവം പറഞ്ഞു. അപ്പോൾ ഉടനെ ആത്മാവ് നിവേദിക്കണം, ഇത് നിൻ്റെ അഹങ്കാരമാണ്, നീ പറയണ അറിയാം, നിനക്ക് തെറ്റാണെന്നറിയാം, പക്ഷേ ഇവിടെ ജയിക്കാൻ വേണ്ടി ഒരു അഭ്യാസം കാണിക്കുകയാണ്. അതാണ് വിവേചനം. നിനക്ക് തന്നെ അറിയാം നീ പറയണത് പുട്ടത്തരവാണെന്നറിയാം, പക്ഷേ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നീ ഒരു നമ്പർ കാണിക്കുകയാണ്. ദാറ്റ് മീൻസ് അതാണ് ഒരു വിവേചനം എന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം. ആരും പറഞ്ഞു തരണ്ട. ആ വിവേചനം ദാനമാണ്. ഈ ദാനങ്ങൾ ശക്തിപ്പെട്ടാൽ മാത്രമേ വരങ്ങൾ ഉണ്ടാകത്തുള്ളൂ, ഫലങ്ങൾ ഉണ്ടാകത്തുള്ളൂ. വരങ്ങളല്ല, ഫലങ്ങളെന്ന് പറയുമ്പോഴും ഇത് ഉടമ്പടിയുമായിട്ട് കണക്റ്റഡ് ആണ്. ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ ഉടമ്പടി സത്യമായി ചെയ്യാൻ, സത്യസന്ധമായി നിറവേറ്റാൻ അതിന്റെ പ്രാഥമികമായ അടിത്തറയായ പരിശുദ്ധാത്മാ ദാനങ്ങളാൽ, അറിവിനാൽ, വിവേകത്താൽ, ജ്ഞാനത്താൽ, വിവേചനത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ഞാൻ അച്ഛൻ ആദ്യം പറഞ്ഞ എന്താണ്, ഉടമ്പടി ഒരു അവയർനെസ്സാണ്. ഒരു പക്ഷേ ഷാർപ്പ് ആൻഡ് സീരിയസ് അവയർനെസ്സാണ്.
സാധാരണ ഒരു ലോ ലെവലിലുള്ള ഓർഡിനറി അവയലൻസ് അല്ല, ഷാർപ്പാണ്. കാര്യം ദൈവവുമായിട്ട് അതർ കക്ഷി ദൈവമാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു എന്ന് വിചാരിച്ചോ, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു, അയൽവാസി വരുന്നു. നമുക്കറിയാം അയൽവാസിയെക്കുറിച്ചുള്ള അവയർനെസ്സിനെ കൊണ്ട്. അപ്പോൾ അതപ്പോൾ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന പടത്തിൽ നിൽക്കും, അവൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് അടുക്കള വന്നോളൂ എന്ന് വിചാരിക്കും. അല്ലേ കറക്റ്റേ? ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാരത്തി ആണെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ പിന്നെ അവിടെ. പക്ഷേ ആളെ കൂടി അതൊരു മിനിസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റായി. പിന്നെ നിങ്ങൾ വീടും കോലവും നമ്മുടെ ഡ്രസ്സും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ ആകപ്പാട് പ്രശ്നമായി. ഒന്നെങ്കിൽ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ഒളിച്ചോടി കളയും, നാട് വിട്ടു പോകുന്നത്. ഇല്ല, നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഇടം പോണ ഒരു അവസ്ഥയിലേക്കാണെന്നുകൊണ്ട് നിങ്ങൾ ആകപ്പാട് ചളിപ്പാവും, ചമ്മലാവശ്യമായിരിക്കും. ഇതിപ്പോൾ ആരാണ് ഉടമ്പടിയായിട്ട് വരുമ്പോൾ ദൈവമാണ് അതർ സൈഡ് വരണത്. അതതിൻ്റെ വിഷയം. ഷാർപ്പായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു എളിമയെന്ന് പറയണത് അതാണല്ലോ ഇത് മുഴുവൻ വർക്കൗട്ട് ചെയ്യണത്. ദൈവം ഇത്രയും താഴ്ന്ന് നമ്മളുടെ ജീവിതാവസ്ഥകളിലേക്ക് വരാൻ ദൈവം ഒരു ഇടമുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് അത് ബൈബിളിൽ ആദ്യം മുതൽ പറയുന്ന സംഭവമാണ്. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസനായി. അതുകൊണ്ട് സമാന്തരമായിട്ട് ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും ദാസൻ്റെ ലെവലിലേക്ക് റീസെറ്റ് ചെയ്യണം. ശരിക്കും എളിമ, വിനയം, വിശ്വസ്തത, കാര്യം ഇതെല്ലാം കുറേ ഗുണങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിലവാരമുള്ള സാക്ഷ്യങ്ങളാണ് ഉടമ്പടി എന്ന് വരേണ്ടത്. അല്ല നിങ്ങൾ പറയുന്ന ലിറ്റിൽ സാക്ഷ്യം, ചെറിയ സാക്ഷ്യങ്ങളാണ്. ഇന്നലെ ഒരു ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ആ സാക്ഷ്യം തിരഞ്ഞെടുത്തിൽ വന്ന മിസ്റ്റേക്കാണ്. സാക്ഷ്യം അത് ഉടമ്പടി സാക്ഷ്യം അല്ല. അത് ചുമ്മാ പൈപ്പിൻ്റെ ചവിട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചിമാർക്ക് പറയാൻ പറ്റിയ എന്തൊരു സംഭവമാണ്. അതിങ്ങനെ നാണം കിട്ടുപോയി അത് കേട്ടപ്പോൾ. വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞ സാക്ഷ്യത്തിലേ ഉള്ളൂ അവർക്ക് ജോലിയില്ലായിരുന്നു, അത് ചെറിയ ജോലിയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്ത് ആ കെട്ടിടത്തിൽ തന്നെ അവർക്ക് ജോലി കിട്ടി. പിന്നെ അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്പറേഷൻ ഭർത്താവിന് ഒരുമിച്ച് വന്നു. അപ്പോൾ അത് ഒരുമിച്ച് 3 ചെയ്യണമെന്ന് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ 3 ചെയ്യാമെന്ന് ഡോക്ടർ ഏറ്റു. അപ്പോൾ ഞങ്ങളുടെ പൈസ ചോദിച്ചപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബില്ല് വന്നപ്പോൾ ഞങ്ങളുടെ കാശില്ലാഞ്ഞ് എന്ത് വിഡ്ഢിത്തരമാണ്. 3 ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇവർ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് 3 ചെയ്യാമെന്ന് ആശുപത്രിക്കാർ പറഞ്ഞിരിക്കുകയാണ്, ബില്ല് വന്നപ്പോൾ കാശില്ലെന്ന് കൊടുക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വന്ന് ഇവിടെ ഇന്നലെ പറഞ്ഞതാണ്. എനിക്കാണെങ്കിൽ ഞാൻ അവ പിടിച്ചു നേരത്തെ ശരിക്കും പുച്ഛ വിട്ടത്. വെച്ചാൽ അതെന്താ പ്രശ്നം? നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ ഇതുപോലെയുള്ള കിണറ്റിൻ ചവിട്ടി പറയാൻ പറ്റിയ പെൺവർത്തമാനങ്ങളായി സാക്ഷ്യം അതപ്പതിക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉടമ്പടിയുടെ റെല്ലം പറയണതിൻ്റെ കാര്യം. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ ഒരു ലെവൽ പ്രാർത്ഥനയാണത്. അതുകൊണ്ടാ വെച്ചാൽ നമുക്കറിയാമല്ലോ, മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ടാണ് ദൈവം ലോകത്തിലുള്ള എല്ലാം തിരിച്ചിരിക്കുന്നത്. മെറിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ബൈബിൾ വിഷയങ്ങൾ തിരിക്കുന്നത് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യതയും അയോഗ്യതയും. ആ വിഷയത്തിന് അയോഗ്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഉടമ്പടി ചെയ്യേണ്ട കാര്യമുള്ളൂ. യോഗ്യമാണെങ്കിൽ ചുമ്മാ ബ്ലെസ്സിങ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് ഉടമ്പടി ആവശ്യമില്ല. അത് വേന കൂടിയാൽ, ജവമാല ചെല്ലിയാൽ, വീട്ടിലിരുന്ന് വേറെ എന്ത് പ്രാർത്ഥന കൂടിയാലും മതി. കൃത്യമായും പറഞ്ഞ മനസ്സിലായല്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. അതായത് ബൈബിൾ വിഷയങ്ങളെ തിരിക്കുന്ന 2ആയിട്ടാണ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഗ്യതയുള്ള വിഷയം, നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത വിഷയം. യോഗ്യതയില്ലാത്ത വിഷയം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡോക്ടർ പറയണ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ടോം ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു മകൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ടോം ഫിലിപ്പിന് കുറച്ച് നാളായിട്ട് മക്കളില്ല. പിന്നെ മക്കളെ കിട്ടിയപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. 2 മക്കളെ കിട്ടി ഒരുമിച്ച്. പെട്ടെന്ന് വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് സംഭവിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതായത് ഈ മക്കളില്ലായിരുന്നിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കളെ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങൾ കഴിയപ്പോൾ ഇവർക്ക് നല്ല പക്ക സന്തോഷമായി. അപ്പോൾ അവരങ്ങനെ ജീവിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ അതവിടെ മരിച്ച് കിടക്കുകയാണ്. മറ്റേ കുഞ്ഞ് അവിടെ ജീവിച്ചിരിപ്പുണ്ട് ഗർഭപാത്രത്തിൽ. അതാണ് ടോം ഫിലിപ്പിൻ്റെ സാക്ഷ്യം. എരിമേലിക്കാരനാണ്. അപ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി മരിച്ചു പോയത് ഇവർ ഡോക്ടർ പറഞ്ഞു. അപ്പോഴേ ഇവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ സങ്കടമല്ല പ്രശ്നം, ഈ മരിച്ച കുഞ്ഞ് വയറ്റിൽ കിടക്കുകയാണ്. മറ്റേ കുഞ്ഞ് അവിടെ ജീവിച്ചിരിപ്പുണ്ട്. വൈദ്യശാസ്ത്രം എന്ത് പറയും? ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടി മരിച്ചില്ലേ, മറ്റേ കുഞ്ഞ് മരിച്ചില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ മരിച്ച കുഞ്ഞിൻ്റെ ബ്ലഡ് 2 ഒരേ സർക്കുലേഷനാണല്ലോ. ആ ബ്ലഡ് മോശം ബ്ലഡല്ലേ, അത് ചത്ത കൊച്ചിൻ്റെ ബ്ലഡ്
ഈ കുട്ടിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി ചിലപ്പോൾ ബ്രെയിനായിട്ട് ഓർമ്മ ഈ തലവിലെ പിള്ളേർ, അതുപോലെ തന്നെ ഓർമ്മയില്ലാത്ത കുട്ടികൾ, സംസാരിക്കാൻ ശേഷിയില്ലാത്തത്, ആന്തരിക അവയവങ്ങൾ ഡാമേജ് ആയ കുട്ടിയായിട്ടായിരിക്കും അടുത്ത രണ്ടാമത്തെ കുഞ്ഞും ഇപ്പം ഒന്നെങ്കിൽ മരിക്കും, പുറത്ത് വരികയാണെങ്കിൽ അതിന് അംഗവൈകല്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറയും. അപ്പോഴേ ഈ ടോം ഫിലിപ്പ് എന്നാ ചെയ്തിരിക്കണത്, അദ്ദേഹം അപ്പോഴാണ് വന്ന് ഉടമ്പടി ചെയ്യണത്. കാര്യം ഒരു കുഞ്ഞ് മരിച്ചുപോയി, ഭാര്യയുടെ വയറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത കുഞ്ഞ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണമെന്നാണ് ഡോക്ടർ പറയണത്. ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ മാറ്റുമ്പോൾ പിന്നീട് ഗർഭം ധരിക്കണമൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യനെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വന്ന് ഈ എമർജൻസി കേസ് ഞാൻ കാണുമല്ലോ, അതെന്താ കാരണം ഇതാണ്, ഇതുപോലുള്ള കേസ് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ കുഞ്ഞ് ഡോക്ടർ പറഞ്ഞത് അതിനെ കൂടി എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ ചത്ത കൊച്ചിൻ്റെ ബ്ലഡ് ഇങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട്, അങ്ങനെയെങ്കിൽ ഈ കുട്ടി കൊളാപ്സായി പോകും, വൈഫിന് കുഴപ്പമുണ്ടാകും എന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാനത് ഉടനെ ഉടമ്പടി എടുത്ത് കഴിച്ചിട്ടല്ലേ കാണുന്നത്. അപ്പം ഞാൻ ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ കൂളായിട്ട് പറഞ്ഞു ഉടമ്പടി തൈലം വയറ്റി പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ, വേറെ ഒരു സൊല്യൂഷനും ഇല്ല. ഉടമ്പടി തൈലം ഭാര്യയുടെ അടിവയറ്റിൽ പുരട്ടി കൊടുക്കാൻ പറഞ്ഞു, കുറിച്ചിട്ട് വിശ്വാസപ്രമാണം പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ ഞാൻ എടുത്ത് കളയണമെന്ന് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് വേണേൽ പറയാം, ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യാൻ പറയാം. അപ്പോൾ കർത്താവ് എന്നെ പിടിക്കും, പിന്നെ നിന്നെ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കണമെന്ന് ചോദിക്കും. അതിലെ പ്രശ്നം. നിനക്ക് വിശ്വാസമില്ലാത്ത ഉടമ്പടി തൈലം നീ എന്തിനാണ് ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ചോദിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ അല്പം സംശയമില്ല പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആ കുട്ടി മരിക്കത്തില്ല. കുട്ടിയെ കർത്താവിൻ്റെ ഉടമസ്ഥയിലേൽപ്പിക്കണം. നീ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് നീ വൈഫിൻ്റെ അടിവയറ്റ് തേച്ച് കൊടുക്കാൻ പറയും. അതോടുകൂടി ആ കുട്ടി രക്ഷപ്പെട്ട്, ആ കുട്ടിയെ കൊണ്ടാണ് അയാൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉടമ്പടി ലെവലെന്ന് പറയുന്നത്. ഉടമ്പടി എന്ന് പറയുന്നത് അതിൽ നേർച്ച വസ്തുക്കൾ പ്രവർത്തിക്കണം മാത്രമല്ല, അത് ഇപ്പം നിങ്ങൾ ഒരു ജനറേറ്റർ, ഇപ്പം നമ്മൾ ഈ കറക്റ്റ് സ്റ്റാർട്ടാക്കണ ഒരു ജനറേറ്റർ ഇല്ലേ, ആ ജനറേറ്റർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജനറേറ്ററിന് നമ്മൾ വേണമെങ്കിൽ ഒരു 30,000 വാട്ട് വർക്ക് ചെയ്യുന്ന ജനറേറ്ററാണെന്ന് വിചാരിച്ചോ, അത് നല്ല ജനറേറ്ററൊക്കെയാണ്. പക്ഷേ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അത് ആളിനില്ലെങ്കിൽ എന്ത് പറ്റും? ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് നല്ല വാട്ടുള്ള ജനറേറ്ററാണ്, ഇതിന് 10 ലക്ഷം രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ആരാണ്? അവന് ആരോഗ്യം വേണം ഇല്ലേ? ഉടമ്പടി എടുക്കാൻ അതിൻ്റേതായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാകണം, ആത്മീയ ആരോഗ്യം. അത് പ്രശ്നമാണ്. ഉടമ്പടി എടുക്കുമ്പോൾ അതിനൊരു നിലപാടുണ്ട്. ഇപ്പം ഞാനെന്താ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞ് എടുത്ത് കളയണം, അല്ലെങ്കിൽ മോശം ബ്ലഡ് കയറിയിട്ട് കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു പോകും, അത് കുട്ടിക്ക് ഓർമ്മ ഉണ്ടാകത്തില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊച്ചു ചിലപ്പോൾ ചത്തുപോയെന്ന് വരുമെന്ന്. അപ്പോൾ ഞാൻ പറയും, നീ ഉടമ്പടി തൈലം കൊണ്ട് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഭാര്യയുടെ അടിവയറ്റി പെട്ടി കൊടുക്കാൻ പറയും. പക്ഷേ ഈ ടോം ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുണ്ട്. ഞാൻ പറയുമ്പോൾ പിന്നെ സെക്കൻഡ് ഒപ്പീനിയൻ അയാളെ പോണില്ല. ഞാൻ പറഞ്ഞു, അച്ഛനിങ്ങനെ പറഞ്ഞു, എന്നാലും എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകൻ ഡോക്ടറാണ്, MD ആണ്, അമേരിക്ക പഠിച്ചതാണ്, അവനെ കൂടെ ചോദിച്ചേക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി തൈലത്തിൻ്റെ വിഷയം തീർന്ന് അവിടെ വെച്ച് തീരും. എന്താ കാര്യം? സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതുകൊണ്ടാണ്. സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കരുതെന്നല്ല, അത് വിവേചിക്കാൻ പരിശുദ്ധാത്മാവ് പറയണം. പരിശുദ്ധാത്മാവ് വിവേചിക്കാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ എടുത്തുകൊള്ളാൻ പരിശുദ്ധാത്മാവ് വിവേചിച്ച് വിവേകം നൽകിയാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം തന്നെ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ആന്തരികമായ ബോധ്യം നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ദാനം ആവശ്യമായി വരണത് അതായത് ഇപ്പം ഞാനിത് പറഞ്ഞില്ല അവനോട്, കുട്ടി മരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചളുപ്പില്ല, ഞാൻ ഒരു സംശയമില്ലാതെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ഒരു വിഷയമാണ്. നമ്മൾ കുറച്ച് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത്, അവരോട് അങ്ങനെ പറഞ്ഞാൽ മതിയോ, അതാ ഇങ്ങനെ പറയണോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ലെവൽ മാറി. വിശ്വാസം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഇപ്പം നീ ഒരു മലയോട് ചെന്ന് കടലിൽ ചെയ്ത് നിൽക്കാൻ ഹൃദയത്തിൽ ശങ്കിക്കാതെ പറഞ്ഞാൽ അതനുസരിക്കാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞില്ല. അപ്പം ഹൃദയത്തിലുള്ള ശങ്ക എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വലിയ വില്ലനെപ്പോലെ നമ്മൾ മരണം വരെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. വിശ്വാസം എന്ന് പറയണമല്ല, വിശ്വാസത്തിൻ്റെ വില്ലനെയാണ് നമുക്ക് എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത്. വിശ്വാസം അതിന് എതിരായിട്ടുള്ള സാധനം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വിശ്വാസത്തെ വളർത്തണതിന് അതിൻ്റെ എതിരായിട്ടുള്ള സംഭവത്തെ നമ്മൾ എപ്പോഴും, വിശ്വാസത്തെ വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എതിരായിട്ടുള്ള അവിശ്വാസത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്, എൻ്റെ അവിശ്വാസത്തെ 9:24 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 9:24 ശ്രദ്ധിക്കട്ടെ. 9:24 ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു,
എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇവിടെ പറഞ്ഞ ഒരു കുട്ടിയുടെ അപ്പൻ കുട്ടി അസുഖമായി കിടക്കുമ്പോൾ ഈശോയുടെ അടുത്ത് വരണതാണ്. അവന് പിശാചബാധ എന്താ പ്രശ്നമാണ്. അപ്പോൾ ഈശോ പറയുമ്പോൾ നീ ഇത് വിശ്വസിക്കുമോ, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവൻ പറഞ്ഞു ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് തോന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവനൊക്കെ സംശയം. പക്ഷെ ആ സംശയത്തിന് അയാൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അയാൾ എന്താ പറയണത്? മർക്കോസ് 9:24 ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എൻ്റെ ഒന്ന് പറഞ്ഞ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോഴേ വില്ലൻ, വിശ്വാസത്തിൻ്റെ വില്ലൻ ആരാണ്? സംശയമാണ്. അതിന് വിളിക്കുന്ന പേരെന്താണ്? അവിശ്വാസം എന്നാണ്. അവിശ്വാസം ആരാ പരിഹരിക്കേണ്ടത്? അയൽവാസിയാണോ പരിഹരിക്കേണ്ടത്? അല്ല, കർത്താവാണ് പരിഹരിക്കേണ്ടത്. അതാണ് അയാൾ പറയണത്. അയാൾ എന്താ കൃത്യമായിട്ടാണ് പറയണത്? ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. എന്നും നമ്മൾ ദൈവതിരുസന്നിധി പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ്? അവിശ്വാസം പരിഹരിക്കണമേ. നമ്മളൊരു വീട്ടിൽ ചെന്ന് വഴിയാത്രയിൽ വെള്ളം ചോദിക്കുമെന്ന് വിചാരിച്ചോ? അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വെള്ളം ചോദിക്കുമ്പോൾ നമ്മൾ പാത്രം ചോദിക്കുന്നുണ്ടോ? വെള്ളത്തിന് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം തരാനാണ് പറയണത്, അതാ വെള്ളം തരാനാണ് പറയുന്നത്. അത്രയും പ്രശ്നം. നിങ്ങൾ വിശ്വാസം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്സഫത്തോ യു ആർ പ്രീസപ്പോസിങ് ദാറ്റ് ഇറ്റ് ഈസ് അത് ബ്രിങ് ചെയ്യണത്, നമുക്ക് തരണത് പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ചോദിക്കുന്നത്. മനസ്സിലായ കാര്യം? വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസം വർദ്ധിക്കണമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്.